ഇന്ന് ഫ്രഷ് ഗ്രീൻ പീസ് കൊണ്ടുള്ള നല്ലൊരു കറിയാണ് റെഡിയാക്കുന്നത്. തേങ്ങാപ്പാലിലാണ് റെഡിയാക്കുന്നത്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പൊട്ടിച്ചെടുത്ത ഒരു ഏലക്കയും ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ചെറിയ ഒരു ഉള്ളിയുണ്ട്, മീഡിയം സൈസ് ഒരു ഉള്ളിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ കാരറ്റ് കൂടി ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാപ്പാൽ ഇതിൻ്റെ പിഴിഞ്ഞെടുക്കണം. ഫ്രഷ് തേങ്ങയാണ്. ഈ ക്യാരറ്റിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഫ്രഷ് ഗ്രീൻ പീസാണ്. കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സാധാ വെള്ളമല്ല ചേർക്കുന്നത്. ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞതിൻ്റെ ഒന്നും കൂടി അടിച്ചെടുത്ത രണ്ടാമത്തെ വെള്ളമാണ്. ഈ ഗ്രീൻ പീസ് വേകാനുള്ള വെള്ളം അത്രയും ഈ തേങ്ങാപ്പാലിൻ്റെ രണ്ടാമത് അടിച്ചെടുത്തതിൽ നിന്ന് പിഴിഞ്ഞൊഴിച്ചതാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ വന്നാൽ മതി. ഈ കുക്കറിന് ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് അധിക സമയമൊന്നും വെച്ചിരിക്കുന്നില്ല. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ആവി പതുക്കെ തുറന്നു വിട്ടിട്ട് ഇത് ഓപ്പൺ ആക്കണം. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ വേഗം വേകും. ഇനി നമുക്ക് ഇതിൻ്റെ ആവി പതുക്കെ വിട്ടിട്ട് ഇത് തുറന്നെടുക്കാം. ഇപ്പം ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെയിറ്റ് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒറ്റ വിസിൽ മാത്രമേ വെച്ചുള്ളൂ. അപ്പോഴേക്കും ഇത് നല്ലതുപോലെ വെന്തു. ഇത് ഫ്രഷ് ആയതുകൊണ്ടാണ് വളരെ വേഗം വെന്ത് കിട്ടിയത്. ഇതിപ്പോൾ നല്ല ചൂടിലാണ്. ഇതിൻ്റെ ചൂട് പതുക്കെ ഒന്ന് വിട്ട് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വലിയ ചൂടിൽ നമ്മൾ തേങ്ങാപ്പാൽ ആദ്യത്തെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാലിൻ്റെ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്തത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ ആവി കുറച്ചൊന്ന് വിട്ടിട്ടുണ്ട്. ഇനി ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുക്കുന്ന ആദ്യത്തെ പാല്. നല്ല അടിപൊളിയായ ഗ്രീൻ പീസ് കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. നമ്മൾ ഇന്ന് തിളച്ചു പോവുകയും ചെയ്യരുത്. ഇതിലേക്ക് അല്പം പെരുജീരകം പൊടിച്ചത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിനെ വറുത്തൊഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത് പോകരുത്, ഒന്ന് വാടി വന്നാൽ മതി. വെളുത്തുള്ളി മൂത്ത് പോകരുത്. വെളുത്തുള്ളി മൂത്ത് പോകുമ്പോൾ വേറൊരു ടേസ്റ്റായി മാറും. നമ്മൾ ഈ വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് വെന്ത് വരുന്ന പരിവുണ്ടല്ലോ, അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ വെളുത്തുള്ളി ഇതിൽ കടന്നിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിന് വലിയ എരിവൊന്നുമില്ല. പച്ചമുളകാണ് ഇതിന് എരിവായിട്ട് ചേർത്തിട്ടുള്ളത്. ഇതാ നോക്കൂ, എന്ത് ടേസ്റ്റിനാണ് ഈ കറി കിട്ടിയിരിക്കുന്നതെന്ന്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്.